So students, welcome back to another section of the biology class. Today we are taking on page number 17, okay? Illustration 1.9, phases of photosynthesis. Okay, എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇനി നമ്മൾ ഇന്ന് ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ എല്ലാവരും പേജ് നമ്പർ 17 എടുക്കുക. അവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇലിസ്ട്രേഷൻ 1.9 ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? Photosynthesis is the process by which plants use sunlight, water and carbon dioxide to create oxygen and energy in the form of sugar. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ചെടികൾ, പ്ലാന്റുകൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. എന്തെല്ലാമാണ്? സൺലൈറ്റ് ഉപയോഗിക്കുന്നു, വാട്ടർ ഉപയോഗിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. എന്തിനാണ്? ടു ക്രിയേറ്റ്, ഉൽപ്പാദിപ്പിക്കുവാൻ. ആൻഡ് എനർജി, അതായത് ഊർജ്ജ രൂപം, എന്തിൻ്റെ രൂപത്തിൽ? ഷുഗറിൻ്റെ രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഈ ഉൽപ്പാദനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഇലിസ്ട്രേഷൻ 1.9 നിങ്ങൾ നോക്കിക്കേ. ഒരു സ്ഥലത്ത് ഒരു കട്ടി കുറഞ്ഞ ചാര കളറും ഒരു സൈഡിൽ അല്പം കട്ടി കൂടിയ ചാര കളറുമായിട്ടാണ് തന്നിരിക്കുന്നത്. അത് രണ്ട് ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഫേസസ് തന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ. ആ പേജ് നമ്പർ 17 തന്നിരിക്കുന്നതൊന്ന് നോക്ക്. ഒന്നാമത്തെ സൈഡ് കട്ടി കുറഞ്ഞ സൈഡ്, അവിടെ അല്ലെങ്കിൽ പ്രകാശം കൂടുതലുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഫേസ് എന്നും, അല്പം ഇരുണ്ട നിറത്തിലുള്ളത് കാണിച്ചിരിക്കുന്നതിന് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? അതിന് ഡാർക്ക് ഫേസ് എന്നുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, ദ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആർ ഡാർക്ക് ഫേസ് ആൻഡ് ലൈറ്റ് ഫേസ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ഡസ് ദ ലൈറ്റ് ഫേസ് ടേക്ക് പ്ലേസ്? ഇനിയാണ് നമ്മൾ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ലൈറ്റ് ഫേസ് ഫോട്ടോസിന്തസിസിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഫേസ് എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ആ കട്ടി കുറഞ്ഞ ഭാഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കാര്യം രണ്ട് പ്രോസസ്സിൽ കൂടിയാണ് പോകുന്നത്. ഒന്ന് ലൈറ്റ് ഫേസിലൂടെയും രണ്ട് ഡാർക്ക് ഫേസിലൂടെയാണ് പോകുന്നത്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സംഭവത്തിൽ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെ 4 കാര്യങ്ങളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത് എന്ന് നിങ്ങൾക്കറിയാം. സൂര്യപ്രകാശം, സൺലൈറ്റ്, വാട്ടർ, ജലം, കാർബൺ ഡയോക്സൈഡ്, ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുകയാണ്, ഹൗ ഡസ് ദ ലൈറ്റ് ഫേസ് ടേക്ക് പ്ലേസ്? ഇനി എങ്ങനെയാണ് ലൈറ്റ് ഫേസ് ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നാണ് കാണുവാനായിട്ട് പോകുന്നത്. ദ ലൈറ്റ് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. നിങ്ങൾക്കറിയാം ലൈറ്റ് ഫേസ് എവിടെയാണ് സംഭവിക്കുന്നത്? അത് ഗ്രാനയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങളുടെ അടുത്തേക്ക് നാച്ചുറലി ആയിട്ട് വരികയാണ്. ഇത് ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എന്താണ് ഗ്രാന എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഗ്രാന ആർ ദ components found inside chloroplast of the plant cell found in the form of a disc. അതായത് നിങ്ങൾ ഓൾറെഡി ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടു, അതിനകത്ത് ഡിസ്ക് പോലെയുള്ള അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഡിസ്ക് പോലെയുള്ള സംഗതി നിങ്ങൾ കണ്ടിരുന്നു. നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഡിസ്ക് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ ലൈറ്റ് ഫേസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. അത് എന്തിൻ്റെ പ്രസൻസിലാണ്, എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് സംഭവിക്കുന്നത്? അത് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോസസ്സ് എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രവർത്തനത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ പോയിൻ്റായിട്ട് ബുള്ളറ്റ് ഇട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഗ്രാനയിലാണ് സംഭവിക്കുന്നത്. അവിടെ എന്താ ചെയ്യിക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഇത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്?
ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഇവിടെ ലൈറ്റിൻ്റെ സാധനത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ട് ഇൻ ദിസ് പ്രോസസ് വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നിങ്ങൾക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുന്നതാണ്. ഇവിടെ എന്താണ് ജലത്തെ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാമായിട്ട് വിഭജിക്കുന്നു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് കാണുന്നത്? ദ ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. ഇവിടെ നമ്മൾ പറയും സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ നൽകുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അവിടെ വാട്ടറിനെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിച്ച് ഈ ഓക്സിജനെയാണ് എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലേക്ക് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്ത് സ്വതന്ത്രമാക്കപ്പെടുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഈ ഹൈഡ്രജൻ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? സ്ട്രോമയിലേക്ക് എത്തിച്ചേരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഹൈഡ്രജൻ ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. ഈ ഹൈഡ്രജൻ്റെ സഹായത്തോടു കൂടി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ATP അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? എനർജി മോളിക്യൂൾസ് ആർ ഫോംഡ്. നിങ്ങൾ ആ പടത്തിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അവിടെ ഗ്രാനൈൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കണ്ടു. ആ ഡിസ്ക് പോലെയുള്ള സംഗതിക്കകത്ത് വെച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കപ്പെടുന്നു. ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. ഹൈഡ്രജൻ അവിടെ ഉണ്ടാകുന്നു. എനിക്ക് ഐ സപ്പോസ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ ഓക്സിജനെ അത് പുറത്തേക്ക് കളയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഹൈഡ്രജനെ കൊണ്ട് സ്ട്രോമയിലെത്തുന്ന ഈ അവിടെ വെച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ATP എനർജി മോളിക്യൂൾസ് ATP ഈസ് ഫോംഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എനർജി മോളിക്യൂൾ ഉണ്ടാകുന്നു. ദസ് ലൈറ്റ് ഫേസ് ഈസ് കംപ്ലീറ്റഡ്. അങ്ങനെ എന്താണ്? പ്രകാശത്തിൻ്റെ ഇത് ഫേസ് ഉണ്ടല്ലോ, പ്രകാശം ഉപയോഗിച്ചുള്ള ഫോട്ടോസിന്തസിസിൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയി തീരുന്നു. അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടി ഇത് മനസ്സിലാക്കുക. ഹൗ ഡസ് ലൈറ്റ് ടേക്ക് പ്ലേസ്? ലൈറ്റ് പ്ലേസ് അല്ല, ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാനയിലാണ് സംഭവിക്കുന്നത്. അത് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിലാണ് സംഭവിക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഈ പ്രവർത്തനത്തിൽ വാട്ടറിനെ ജലത്തെ കണികകളെ രണ്ടാക്കിത്തിരിക്കുന്നു, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട്. ദ ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഹൈഡ്രജൻ എന്താണ് ചെയ്യുന്നത്? സ്ട്രോമയിൽ എത്തിച്ചേരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഹൈഡ്രജൻ, ഈ ഹൈഡ്രജൻ്റെ സഹായത്തോടു കൂടി ATP എന്ന് പറയുന്ന എനർജി മോളിക്യൂൾസിനെ രൂപപ്പെട്ടിരിക്കുന്നു. ദസ് ലൈറ്റ് ഫേസ് ഈസ് കംപ്ലീറ്റഡ്. അങ്ങനെ ലൈറ്റ് ഫേസിൻ്റെ പ്രവർത്തനം പൂർണ്ണമാകുന്നു. ഇനി നമ്മൾ പോകുന്ന ഏതാണ്? ആ പിക്ചറിനകത്തേക്ക് വരിക. ഇപ്പം നമ്മൾ അല്പം ലൈറ്റായിട്ടുള്ള കളറിലുള്ള സംഗതിയാണ് കണ്ടത്. ഇനി നമ്മൾ ഡാർക്ക് ഫേസിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിത്തെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് ഡാർക്ക് ഫേസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഡാർക്ക് ഫേസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാർക്ക് ഫേസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാന ആണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം, എന്താണ് ഗ്രാന? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയുവാണ്. ഗ്രാനാസ് ആർ ദ കോമ്പണൻസ് ഫൗണ്ട് ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾക്കറിയാം ഗ്രാന എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് എന്താണ് പറയുന്നത്? ഗ്രാന എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓഫ് ദ പ്ലാന്റ് സെൽ ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്. അപ്പം ഈ ഡിസ്കിനകത്ത് കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണപ്പെടുന്ന എന്താണ് ഡിസ്ക് പോലെയുള്ള ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് എന്ന് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. സോ ഗ്രാനാസ് ആർ കോമ്പണൻസ് ഫൗണ്ട് ഇൻസൈഡ് ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ദ പ്ലാന്റ് സെൽ ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്. അതായത് ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഡിസ്ക് പോലെ കാണപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന പദാർത്ഥത്തിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നാച്ചുറലായിട്ട് ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഈ ക്ലോറോപ്ലാസ്റ്റ്? ഞാനിതെല്ലാം ഒന്ന് പറഞ്ഞതാണ്, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓർഗാനലെ. അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള അവയവങ്ങളാണ്. എന്താണ്? നോൺ ആസ് പ്ലാസിഡ് ദാറ്റ് കണ്ടക്ട് ഫോട്ടോസിന്തസിസ്. അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ അല്ലെങ്കിൽ ചെടികൾക്കുള്ളിലുള്ള ഒരു തരം അവയവങ്ങളാണ് മോസ്റ്റ്ലി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആൽഗാൽ സെൽസ്. ഓക്കെ, ഇത് കണ്ടപ്പെടുന്ന സസ്യങ്ങളിലും ആൽഗാൽ സെല്ലുകളിലും കാണപ്പെടുന്നതും ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്.
ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് ക്ലോറോഫ്ലോസ് ടു ഹാവ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫിൽ. എന്താണ് ക്ലോറോഫാസ്റ്റിനകത്ത് വളരെ കൂടിയ അളവിൽ എന്താണ് കാണപ്പെടുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് കാണപ്പെടുന്നു. ഈ പിഗ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ചെടികൾക്ക് പച്ചതളം നൽകുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാപ്ചർ ദ എനർജി ഫ്രം ദ സൺലൈറ്റ് ആൻഡ് കൺവേർട്ട് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് റിലീസസ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ ഈ ക്ലോറോഫിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ആദ്യം തന്നെ സൺലൈറ്റ് രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് അവിടെ എന്താണ് ഷുഗർ ഉണ്ടാക്കിയതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. എന്താണ് രണ്ടാമത്തെ സെക്ഷൻ? ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡാർക്ക് ഫേസിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി ലൈറ്റ് ഇൻ ദിസ് ഫേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഡാർക്ക് ഫേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രകാശത്തെ ഉപയോഗിക്കുന്നില്ല. ഈ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പടത്തെ ഒരിക്കലും അവഗണിക്കരുത് കേട്ടോ. കാരണം പടത്തിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഡാർക്ക് ഫേസിൽ ആ കട്ടി ഇരുളിമയോട് കൂടിയുള്ള പടം. ഓക്കെ, ദിസ് ആക്റ്റീവ്ലി ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് സ്ട്രോമ എന്നുള്ളത്. ഈ സ്ട്രോമയ്ക്കകത്ത് വെച്ചാണ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാർക്ക് ഫേസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഹൈഡ്രജൻ ആൻഡ് എനർജി ATP റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ലൈറ്റ് ഫേസ്. അപ്പോൾ ഈ ഫേസിന് എന്താണ് വേണ്ടത്? ഒന്ന് എനർജി വേണം, രണ്ടാമത് ഹൈഡ്രജൻ വേണം. നമ്മൾ ഓൾറെഡി കണ്ടു വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. രണ്ടാമത്തെ ഹൈഡ്രജൻ ATPയുടെ സഹായത്തോടു കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഹൈഡ്രജൻ്റെ. ഓക്കെ, ഹിയർ ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കോമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഡാർക്ക് ഫേസിൽ ഗ്ലൂക്കോസിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലൈറ്റ് ഫേസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൈഡ്രജനെയും ATPയെയും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഡാർക്ക് ഫേസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേർന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഗ്ലൂക്കോസിനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, മേക്ക് എ ഫ്ലോ ചാർട്ട് ഫോർ ദ ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക. ആദ്യം തന്നെ ഇറ്റ് ടേക്സ് ലൈറ്റ് ഫേസിനെ കുറിച്ചാണെങ്കിൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാനയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റ്, ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ രണ്ടായിട്ട് ഓക്സിജനായിട്ട് ഹൈഡ്രജനായിട്ട് സംഭവിക്കുന്നു. ഇത് എക്സ്പെൽസ് ഓക്സിജനെ അത് അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ റീറ്റസ് സ്ട്രോമ. ഹൈഡ്രജൻ എവിടെയാണ് നിന്ന്? സ്ട്രോമയിൽ എത്തിച്ചേരുന്നു. ആ സ്ട്രോമയിൽ എത്തിച്ചേരുന്ന ഹൈഡ്രജനിലൂടെ എന്ത് ചെയ്യുന്നു? ATP ദ എനർജി മോളിക്യൂൾസ് ആർ ഫോംഡ്. അവിടെ എനർജി മോളിക്യൂൾസിൻ്റെ രൂപീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, മേക്ക് എ ഫ്ലോ ചാർട്ട് ഓൺ ദ ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസിനെ കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനായിട്ട് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്താണ്? ലൈറ്റ്, പ്രകാശം എന്ന് നമ്മൾ ഇവിടെ നമ്മളല്ല, ചെടികൾ ഉപയോഗിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആൻഡ് എനർജി ATP റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ലൈറ്റ് ഫേസ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഹൈഡ്രജനെയും ATPയും എവിടെ നിന്ന്? ഈ ലൈറ്റ് ഫേസിൽ കൂടി ഉൽപ്പാദിപ്പിച്ചതിന് ഉപയോഗിക്കുന്നു. ഇവിടെ ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കോമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്ലൂക്കോസിന് രൂപപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ചെറിയൊരു പിക്ചറോട് കൂടി നമ്മൾ മെൽവിൻ കാൽവിനെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പം മെൽവിൻ കാൽവിനെ കുറിച്ച് പറയുകയാണ്. ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 1961. അപ്പം മെൽവിൻ കാൽവിൻ ഒരു കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം കെമിസ്ട്രിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. 1961 അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. എന്തിനാണ് കിട്ടിയത്? ഫോർ എക്സ്പ്ലെയിനിങ് ദ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ്. അദ്ദേഹം ഡാർക്ക് ഫേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ വിവരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, ഹൂ എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം ഇങ്ങനെ എഴുതുക, മെൽവിൻ കാൽവിൻ എക്സ്പ്ലെയിൻഡ് ദ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ് എന്ന് എഴുതുക. വിച്ച് ഇയർ മെൽവിൻ കാൽവിൻ റിസീവ്ഡ് ദ നോബൽ പ്രൈസ് എന്ന് വേണമെങ്കിൽ ചോദിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക. ഹി റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ 1961 ഫോർ കെമിസ്ട്രി. അദ്ദേഹം 1961 കെമിസ്ട്രിക്ക് വേണ്ടിയാണ് നോബൽ പ്രൈസ് സമ്പാദിച്ചത് അല്ലെങ്കിൽ ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളൊന്ന് നോക്കുക, അടുത്ത സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ എന്താണ് ചെയ്യിച്ചിരിക്കുന്നത്?
ഇലിസ്ട്രേഷൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ തന്നിരിക്കുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 1.2 ദ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ടേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ടേബിളിനെ കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്തെല്ലാമാണ്? ഇൻ ലൈറ്റ് ഫേസ് വേ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ്. ഇവിടെ ലൈറ്റ് ഫേസിൽ റിയാക്ഷൻ സംഭവിക്കുന്ന എവിടെയാണ്? ഇൻ ലൈറ്റ് ഫേസ് reactions take place in grana. Okay, മറന്നു പോകരുത്. In light phase reactions take place in grana. In dark phase where reactions take place. Dark phase എവിടെയാണ് റിയാക്ഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? In dark phase reactions takes place in stroma. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഗ്രാന, ഡാർക്ക് ഫേസ് എന്ന് പറയുമ്പോൾ സ്ട്രോമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഈ ലൈറ്റ് ഫേസ് റിയാക്ഷൻസ് ഈ എന്ത് സംഭവിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത്? വാട്ടർ, എന്ത് രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്? ഇവിടെ ലൈറ്റ് ഫേസിൽ വാട്ടർ ഈ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇവിടെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ഡാർക്ക് ഫേസിൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ കൊമ്പൈനിങ്, എന്തെല്ലാമാണ് കൊമ്പൈൻ ചെയ്യുന്നത്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി? ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രൊഡക്ട്സ് ഓഫ് ലൈറ്റ് ഫേസ്, എന്താണ് ഉൽപ്പന്നമാണ് ലൈറ്റ് ഫേസിൽ വരുന്നത്? ATP എന്ന് പറയുന്ന എനർജി മോളിക്യൂളിനെയാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഡാർക്ക് ഫേസിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡാർക്ക് ഫേസ്. ഇനി നമ്മൾ കാണപ്പെടുന്നത് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ദ സൺലൈറ്റ് ഇറ്റ്സെൽഫ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫോട്ടോസിന്തസിസ്. നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സൺലൈറ്റ് ഫോട്ടോസിന്തസിസിന് ആവശ്യമാണോ? അതുപോലെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, ക്യാൻ ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് അണ്ടർ ദ LED ബൾബ്. LED ബൾബിൻ്റെ പ്രകാശത്തിൽ ഫോട്ടോസിന്തസിസ് സംഭവിക്കുവാൻ സാധിക്കുമോ? ഫോട്ടോസിന്തസിസ് ക്യാൻ ഒക്യൂർ ഇൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അതായത് LED ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഫോട്ടോസിന്തസിസ് സംഭവിക്കാം, പ്രൊവൈഡഡ്, ഒരു കണ്ടീഷൻ കാണുകയാണെങ്കിൽ, പ്ലാന്റ് റിസീവ് ദ കറക്റ്റ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് നീഡഡ് ഫോർ ഇറ്റ്. ഈ പ്ലാന്റിന് ശരിയായ രീതിയിലുള്ള പ്രകാശം, അതായത് നാച്ചുറലായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന അതേ വേവ് ലെങ്ത്തിലുള്ള സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇലിസ്ട്രേഷൻ ടേബിൾ 1.2 കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്കാണ്. അവിടെ ഇത് എഴുതിയിട്ടുണ്ട്, കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ 1.10 ബൈ ഇൻക്ലൂഡിങ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ 1.10 ബൈ ഇൻക്ലൂഡിങ് ദ റിയാക്ടൻ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, അവിടെ നമ്മൾ ഇലിസ്ട്രേഷൻ 1.10 ഇവിടെ നമ്മൾ പഠിക്കുകയാണ്, സബ്സ്റ്റൻസസ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സബ്സ്റ്റൻസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. അപ്പോൾ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ അത് എന്ത് ചെയ്യുന്നു? ലീഡ് ടു ATP ആൻഡ് ഹൈഡ്രജൻ. അതായത് ATPയിലെയും ഹൈഡ്രജനെയും ഉൽപ്പാദിപ്പിക്കുന്നു. അവ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെയും ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് വേരിയസ് ന്യൂട്രിയൻസ് എന്നുള്ള ഭാഗമാണ്. അത് അടുത്ത സെക്ഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഐ സപ്പോസ് എല്ലാവർക്കും ഈ പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.